എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ അമ്മ മാതാവിനോട് ഒരുപാട് നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് നടത്തുന്നത്. ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അമ്മ മാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുവാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അമ്മ മാതാവ് ലൈവായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. അമ്മ മാതാവ് പ്രകാശിച്ച് നിൽക്കുന്ന ലൈവിൽ നിങ്ങൾ അതീവ ഭക്തിയോടുകൂടെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. അപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് മാറുന്നത്. അനേകം മക്കളാണ് അമ്മ മാതാവിൻ്റെ ഇത്തരത്തിൽ സ്വന്തം മക്കളായിട്ട് തീർന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് ലൈവിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയും അമ്മ മാതാവ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടും സാമ്പത്തിക ഉയർച്ചയോടും കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് നൽകുവാനും അമ്മ മാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ ലൈവിൽ അതിഭക്തിയോടുകൂടെ പങ്കുചേരുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് നിങ്ങൾ സമർപ്പിക്കുകയും ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അമ്മ മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതായിരിക്കും. അമ്മ മാതാവിൻ്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ചാനലിൽ എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. അമ്മ മാതാവിലൂടെ ആയിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനേകം അത്ഭുതങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ സ്വന്തം മക്കളായി തീർന്നു കഴിഞ്ഞാൽ അമ്മ മാതാവ് നടത്തും. അത് അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയതാണ്. അമ്മ മാതാവ് അത് ചെയ്യുക തന്നെ ചെയ്യുന്നുമുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് പ്രകാശിച്ച് നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ലൈവിൽ അമ്മ മാതാവ് പ്രകാശിച്ച് നിൽക്കുകയായിരുന്നു. കാരണം അമ്മ മാതാവിൻ്റെ അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട് എന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയും. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ മുഴുവനും ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. ഈ മക്കൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകാത്ത മക്കളും ലൈവിൽ പങ്കെടുത്ത അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിക്കൊണ്ട് അമ്മയോടൊപ്പം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളും ഉണ്ട്. അനേകം മക്കൾ അങ്ങനെയുമുണ്ട്. അമ്മേ മാതാവേ, ഈ മക്കളെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അമ്മയുടെ പക്കലേക്ക് ഈ പ്രാർത്ഥനയോട് സമർപ്പിക്കുന്നു. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റെടുക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മയോടുകൂടെ ഭക്തിയോടുകൂടെ തന്നെ ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയും ഈ മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. ഈ മക്കളുടെ സാമ്പത്തികപരമായിട്ട് ഈ മക്കൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും അമ്മേ മാതാവേ, ഇവർ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഈ മക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഇവരെ അമ്മ മാതാവ് ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പന്നതയിലേക്ക് ഈ മക്കളെ അമ്മ മാതാവ് ഉയർത്തണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ മക്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രകാശം എപ്പോഴും ഈ മക്കളുടെ ഭവനത്തിൽ നിറഞ്ഞു നിന്ന് ഇരുട്ടും പൈശാചികമായിട്ടുള്ള ഇരുട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഈ മക്കളെ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ പരിശുദ്ധ അമ്മേ, ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്ത് നീക്കിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് അമ്മേ മാതാവ്, ഈ മക്കൾ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവിൻ്റെ പ്രകാശം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് അടുപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, പരിശുദ്ധ അമ്മേ, ജപ്തി വക്കിൽ നിന്ന് ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഒരിക്കലും ഈ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കടമെടുക്കുവാനോ ഇല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പൈശാചിക ഇടപെടലിലൂടെ കടന്നു പോകുവാനോ ഈ മക്കൾ ദുരിതം അനുഭവിക്കുന്ന രീതിയിലുള്ള ജീവിതം ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവാനോ പരിശുദ്ധ അമ്മ ഇടയാക്കരുതേ. പരിശുദ്ധ അമ്മ ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവ്, ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മക്കൾക്ക് വിദേശത്താണോ ജോലി ചെയ്യേണ്ടത്, ഈ മക്കൾ എവിടെയാണോ ജോലി ചെയ്യേണ്ടത്, എവിടെയാണോ ഈ മക്കൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്.
അമ്മേ മാതാവേ, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളുണ്ട്. ഇൻ്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂകൾ പങ്കെടുത്തു, പക്ഷേങ്കിൽ ജോലി ലഭിച്ചില്ല. ഒരുപാട് ശ്രമിച്ചു, പക്ഷേങ്കിൽ ജോലി ലഭിച്ചില്ല. അമ്മ മാതാവേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പൈശാചിക ബന്ധനമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അമ്മയിലൂടെ തന്നെ ആ പൈശാചിക ബന്ധനം നീങ്ങിക്കൊണ്ട് അമ്മ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് പ്രകാശം പഠിപ്പിക്കണമേ. അമ്മ മാതാവ് മക്കളെ കാത്തുകൊള്ളണമേ. ഇവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾക്ക് അമ്മ മാതാവ് ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ കൂടെ തന്നെ ഉണ്ടാവണമേ. ഈ മക്കളുടെ ഭവനത്തിലേക്ക് അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവിൻ്റെ പ്രവേശനം ഉണ്ടാവണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം അമ്മയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ തന്നെ ആവശ്യങ്ങൾ കമൻറ്റായിട്ടിടുന്ന മക്കളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആവശ്യങ്ങൾ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, ഇനിയും മക്കളായിട്ട് തീരാത്ത ഇനി അനേകം മക്കളുണ്ട്. ആ മക്കളെല്ലാവരെയും അമ്മ മാതാവ് ലൈവിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് മാറ്റുവാനായിട്ട് അമ്മ മാതാവ് തയ്യാറാവണമേ. അമ്മ മാതാവേ, അമ്മ മാതാവ് അങ്ങനെ ഈ മക്കളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ അമ്മ മാതാവ് സന്തോഷ സമാധാനം നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കൾക്ക് സ്വന്തമായിട്ട് ഭവനം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ മക്കൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ശമ്പളം ഇനിയും കൂടുതൽ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിന് പ്രത്യേക കരുതൽ ആ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് പ്രത്യേകമായിട്ട് ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, മക്കളുണ്ടാകുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ദമ്പതികളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിന് പ്രത്യേക കരുതലുണ്ടാകണമേ. അമ്മ മാതാവെ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ രോഗാവസ്ഥ പൂർണ്ണമായിട്ടും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവിന് ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ ഏതെങ്കിലും സന്തോഷ സമാധാനമില്ലായ്മ പൈശാചികപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവെ, ഈ പ്രാർത്ഥനയിലൂടെ അമ്മ മാതാവിൻ്റെ ശക്തമായ പ്രകാശം അവരുടെ ഭവനത്തിലേക്ക് അടിച്ചുകൊണ്ട് ആ പൈശാചിക ബന്ധനം മുഴുവനും ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോക്കൊണ്ട് അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ആ കുടുംബത്തിൽ എപ്പോഴും സന്തോഷം സമാധാനവും മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ എപ്പോഴും നിലനിൽക്കണമേ. അമ്മ മാതാവ്, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നത വിജയം, ഉന്നത ഉയർച്ച ഈ മക്കൾക്ക് അമ്മ മാതാവ് നൽകണമേ. അമ്മ മാതാവേ, ഈ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന മക്കളാണെങ്കിൽ ഈ മക്കൾ ചെയ്യുന്ന ബിസിനസ്സിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഉയർച്ചകൾ ഈ മക്കൾ ആഗ്രഹിക്കുന്നതിലും എത്രയോ ഇരട്ടി ഉയർച്ചകൾ അമ്മ മാതാവ് ഈ മക്കൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഈ മക്കൾ സഞ്ചരിക്കുന്ന വഴികളിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കൾക്കൊപ്പം എപ്പോഴും അമ്മ മാതാവ് നിലനിൽക്കണമേ. അതുപോലെ തന്നെ ഈ മക്കളെ അമ്മ മാതാവ് ഒരാപത്തും കൂടാതെ കാത്തു സംരക്ഷിക്കണമേ. ഒരപകടവും കൂടാതെ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ ഒപ്പം ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് അവരുടെ ആവശ്യങ്ങളിലും പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കളെല്ലാവരും അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുവാൻ ഈ മക്കൾ ലൈവിൽ പങ്കെടുക്കുന്നതാണ്. അമ്മ മാതാവ്, ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് നടത്തുന്ന വെളിപ്പെടുത്തുന്ന ലൈവിൽ തീർച്ചയായിട്ടും ഈ മക്കൾ പങ്കെടുക്കുന്നതാണ്. അമ്മ മാതാവ്, അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന ആവശ്യം നടത്തി കൊടുക്കണമേ. നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിരിക്കുകയാണ്. അമ്മ മാതാവ്, ഈ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ ആവശ്യങ്ങളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവിൻ്റെ പ്രകാശം അടുപ്പിക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ പൈശാചിക ഇരുട്ടുകളും അമ്മ മാതാവിൻ്റെ പ്രകാശത്താൽ നീങ്ങിപ്പോകണമേ. അമ്മ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളുടെ ഏത് സാഹചര്യമാണെങ്കിലും അതെല്ലാം എടുത്ത് നീക്കിക്കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവ്, ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന മറ്റു മക്കളിലേക്കും കൂടെ അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും ചെയ്യാം. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.